പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈശോയെ, അയോഗ്യവും പാപിയുമായ എന്റെ വായിലൂടെ കർത്താവെ അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പറയുന്ന എനിക്കും ഇത് ശ്രവിക്കുന്ന ആളുകൾക്കും എല്ലാം ഈശോയെ ഒരു തീ അഭിഷേകം നൽകി നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലിതിയായുടെ ഹൃദയം കർത്താവെ നീ തുറന്നതുപോലെ ഈ വചനം പറയുവാനും അത് കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും ചിന്തിക്കുവാനായിട്ടും വചന വിചിന്തനത്തിനായിട്ട് ദൈവം പരിശുദ്ധാത്മാവിൽ പ്രേരണ നൽകിയ വചനം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളാണ്. ജീവജലത്തിന്റെ അരുവികൾ എന്നുള്ള ഹെഡിങ് ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളുടെ തീം നിത്യജീവനാണ്. നമുക്കറിയാം, ക്രിസ്ത്യാനിയായിട്ട് ഉള്ള നമ്മുടെ എല്ലാവരുടെയും ഈ വിശ്വാസ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് നിത്യജീവൻ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയുള്ള ആണ് നമ്മുടെ എല്ലാ ഭക്തി അഭ്യാസങ്ങളും പ്രാർത്ഥനകളും കൂദാശകളും എല്ലാം. ഈ പാരഗ്രാഫിൽ ഈ വചനങ്ങളിലൂടെ കർത്താവ് ജീവജലം എന്നുള്ള ആലങ്കാരികമായ പ്രയോഗത്തിലൂടെ നിത്യജീവന്റെ ഒരിക്കലും തീരാത്ത ഉറവയായ ജലം നൽകുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രബോധനം നൽകുകയാണ്. ഇത് 7-ാം അധ്യായമാണ്. ഈ 7-ാം അധ്യായം 2-ാം വചനം തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു എന്ന്. വീണ്ടും 10-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ശിഷ്യന്മാർ ആദ്യം പോയി ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട്. യേശു പിന്നീടാണ് പോയത്, രഹസ്യമായിട്ട് പോയി. നമുക്കറിയാം വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് എന്നറിയാം. തിമോത്തിയോസിലുള്ള ലേഖനത്തിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. കർത്താവ് എഴുതിയ തിരുവചനങ്ങളുടെ അന്തരാർത്ഥങ്ങൾ അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് അതിന്റെ ചരിത്ര പരിചയം, അത് എഴുതാനുണ്ടായ പശ്ചാത്തലവും മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ നന്നായി മനസ്സിലാകും. അതിനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ സഹായം തേടാം. നമുക്കിപ്പോൾ ആ എഴുതാനുണ്ടായ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോകാം. കൂടാര തിരുനാൾ എന്നാണ് ഈ തിരുവചനങ്ങളുടെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് 37 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ ഈ അധ്യായത്തിന്റെ തന്നെ ഒരു ഹൃദയ ഭാഗമാണെന്ന് പറയാം. ഇനി നമുക്ക് ചിന്തിക്കാം, എന്താണ് ഈ കൂടാര തിരുനാള്? ഈ യഹൂദരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ അവര് ഒഴിച്ചുകൂടാനാവാത്ത 3 തിരുനാളുകൾ ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത തിരുനാൾ, പെസഹ തിരുനാൾ, കൂടാര തിരുനാൾ. ഈ മൂന്നെണ്ണത്തില് ഒരെണ്ണമാണ് ഈ കൂടാര തിരുനാൾ എന്ന് പറയുന്നത്. ഈ കൂടാര തിരുനാള് അവരുടെ യഹൂദ പഞ്ചാംഗം അനുസരിച്ച് തിഷ്റൈ മാസം, അത് നമ്മുടെ ഇപ്പോഴത്തെ കലണ്ടർ അനുസരിച്ച് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയിട്ട് വരും. അത് 7-ാം മാസമാണ്. അത് 15-ാം ദിവസമായിട്ടാണ് അവര് കൊണ്ടാടിക്കൊണ്ടിരുന്നത്. എന്തിനു വേണ്ടിയാണ് ഇന്ന് നമുക്ക് ഈ കൂടാര തിരുനാൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിൽ ഇത് അറിയപ്പെടുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, പ്രവാസകാലത്ത് ജോഷുവയുടെ നേതൃത്വത്തില് വാഗ്ദാന ദേശത്തേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്ന വിശ്വാസജനം, അവർക്ക് സ്വന്തമായിട്ട് ഭവനങ്ങളില്ലായിരുന്നു. ആ ഭവനങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ അവർ കൂടാരങ്ങൾ അടിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആ കൂടാരത്തിൽ താമസിച്ചപ്പോൾ പോലും കർത്താവ് വളരെ അധികമായിട്ട് അവരെ സംരക്ഷിച്ചു. നമുക്കറിയാം, മുമ്പിലും പുറകിലും അഗ്നിസ്തംഭവും മേഘസ്തംഭവും ഒക്കെ ആയിട്ട് അവരെ കർത്താവ് നയിച്ചു. അവർ കൂടാരങ്ങളിൽ താമസിച്ചപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മരുഭൂമിയിൽ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ. മരുഭൂമിയിൽ കിട്ടിയ ജലസമൃദ്ധിക്ക് അവർ വളരെ നന്ദിയുള്ളവരായിരുന്നു. അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പ്രകാശിക്കാനാണ് ഈ കൂടാര തിരുനാള് ആഘോഷിച്ചിരുന്നത്. ആ ജലസമൃദ്ധിക്കും അവർക്ക് നൽകിയ വിളവെടുപ്പിനൊക്കെ ആയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ അവര് വളരെ നന്ദിയുള്ളവരായിരുന്നു. ഒരു കുഞ്ഞ് സ്വന്തം അമ്മയുടെ എളിയിൽ ഇരിക്കുമ്പോ വിചാരിക്കുകയില്ല ഇനി ഞാൻ വീണു പോവോ, ഭക്ഷണം വേണോ ഒക്കെ, അതെല്ലാം അമ്മ കൊടുക്കുമെന്നറിയാം. അതുപോലെ അവര് അകമഴിഞ്ഞ് ദൈവത്തിന്റെ ആ ദൈവപരിപാലനയിൽ ആശ്രയിച്ചിരുന്ന ഒരു ജനസമൂഹമായിരുന്നു.
പിന്നെ അവർക്ക് പിന്നീട് ഈ കിട്ടിയിരുന്ന ഈ ബോധ്യങ്ങളും വിശ്വാസവും വരും തലമുറയ്ക്ക് കൈമാറി കൊടുക്കുവാൻ കർത്താവ് ആഹ്വാനം ചെയ്തിരുന്നു. പണ്ട് യഹൂദർ ഇത് 7 ദിവസമൊക്കെ ആയിട്ടാണ് ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് യേശുവിന്റെ കാലമായപ്പോഴേക്കും അതൊരു 8 ദിവസത്തോളമായി മാറി. ഇതിന്റെ തുടക്കവും അവസാനത്വവും ഒക്കെ രണ്ടും സാബത്ത് ദിവസങ്ങളാണ്. ഇത് അവർക്ക് നൽകിയ വിളവെടുപ്പിന്റെയും ജലസമൃദ്ധിയുടെയും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ലഭിച്ച തിരുനാളാണ്. അപ്പം നമുക്ക് ഇത് ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായം 32 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഉൾക്കാഴ്ചകൾ കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ അവർ അനുഷ്ഠിച്ചു പോകുന്നത് എന്നുള്ളത്. നമുക്ക് 40 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങളൊന്ന് നോക്കാം. ലേവ്യരുടെ പുസ്തകം 23 അധ്യായം 40 മുതൽ 43 വരെ. അതിപ്രകാരം പറയുന്നു: 1-ാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലയും ഇല തൂർന്ന ചില്ലകളും ആറ്റരളി കമ്പുകളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം. വർഷം തോറും 7 ദിവസം കർത്താവിന്റെ തിരുനാളായി ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത്. 7-ാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാം കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇതാണ് തിരുവചന ഈ വാചനങ്ങളെ നമ്മൾ ശ്രവിക്കുമ്പോൾ തന്നെ അതിലൂടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഇനി കൂടുതലായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ജെറുസലേം ദേവാലയമായിരുന്നല്ലോ യഹൂദരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രം. അതിന് ഒരു 15 മൈൽ ചുറ്റളവിൽ താമസിച്ചിരുന്ന എല്ലാ വിശ്വാസികളും ഇതിൽ പങ്കെടുക്കുമായിരുന്നു. അവര് വീട്ടിൽ നിന്ന് പോരുമ്പോൾ 3 കാര്യങ്ങൾ കൊണ്ടുവരുമായിരുന്നു: ആറ്റരളി കൊമ്പുകള്, ഇലതൂർന്ന ചില്ലകള്, പനയോല തണ്ടുകള്. ഇവ കൊണ്ടുവരുന്നത് എന്തിനാന്ന് വെച്ചാല് ഇത് കൊണ്ടുവന്നിട്ടാണ് അവർ കൂടാരം അടിക്കുന്നത്. ഈ സാമഗ്രികളെല്ലാം കൊണ്ടുവന്ന് അവർ ജെറുസലേം ദേവാലയത്തിന്റെ അടുത്ത് വന്ന് 7 ദിവസം യേശുവിന്റെ കാലമായപ്പോഴേ 8 ദിവസത്തേക്ക് ഉള്ള തിരുനാൾ ആഘോഷിക്കാനായിട്ട് അവര് വന്ന് കൂടാരം ഉണ്ടാക്കും. ഈ ഉണ്ടാക്കിയ കൂടാരത്തിൽ അവര് താമസിച്ചാണ് ഈ പ്രാർത്ഥനകൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ സമയം നമുക്കറിയാം ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതരും പ്രധാന പുരോഹിതരും എല്ലാം ഉണ്ട്. ഈ പുരോഹിതരുടെ നേതൃത്വത്തിലാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. ഈ ശുശ്രൂഷകൾ ആരംഭിക്കുന്ന സമയത്ത് ഈ യഹൂദ ജനതയെല്ലാം ഭക്തജനങ്ങൾ വളരെ ആഹ്ലാദിച്ച് ഉല്ലസിച്ച് ദൈവത്തെ പ്രകീർത്തിക്കും. കാരണം ദൈവം നൽകിയ നന്മകൾ അത്ര വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകൾക്ക് നമ്മൾ നന്ദി പറയുന്ന പോലെ നമ്മുടെ പൂർവികർ അത്ര കണ്ട് ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു ജനതയാണ്. അപ്പം ഈ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് പ്രധാന പുരോഹിതന്റെ നേതൃത്വത്തില് ഉള്ള പുരോഹിതര് സീലോഹ കുളത്തിലിറങ്ങി 7 സ്വർണ്ണ നിർമ്മിതമായ പാത്രങ്ങളിൽ ജലം ശേഖരിച്ചു കൊണ്ടുവരും. ഈ ശേഖരിച്ചു കൊണ്ടുവരുന്ന വെള്ളം അവര് ജെറുസലേം ദേവാലയത്തിലെ ബലിപീഠത്തില് രണ്ട് സ്വർണ്ണ കുഴലുകളിലൂടെ ബലിപീഠത്തിൽ ഒഴിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ജലധാരയായി നിവേദിക്കും അല്ലെങ്കിൽ അർച്ചിക്കും. ഇതാണ് ഈ ആരാധന. അപ്പൊ അവര് ഈ പ്രാർത്ഥനാ രീതികൾ തുടങ്ങുമ്പോൾ പുരോഹിതര് ജലാശയത്തിൽ ഇറങ്ങി സീലോഹ കുളത്തിൽ ഇറങ്ങി വെള്ളം ശേഖരിക്കുന്ന സമയത്ത് ഭക്തജനങ്ങൾ പറയുന്നതാണ് ഏശയ്യായുടെ പ്രവചന പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനവും പിന്നീട് 55-ാം അധ്യായം 1-ാം തിരുവചനവും പറഞ്ഞ് പ്രാർത്ഥിക്കും. അതിപ്രകാരമാണ്: രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ എന്ന്. വീണ്ടും ഏശയ്യായുടെ പ്രവചന പുസ്തകം 55-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം പറയുന്നു: ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ. ഈ 7 ദിവസമുള്ള ഈ തിരുനാളിന്റെ അവസാന ദിവസം, അതാണ് കർത്താവ് പറഞ്ഞ തിരുനാളിന്റെ അവസാന ദിവസത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി എന്ന് പറയുന്ന ആ ദിവസം പ്രധാന പുരോഹിതൻ അന്ന് മാത്രം ഈ ബലിപീഠത്തെ 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കും. 7 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ട് ജലം അർച്ചിക്കും. അതാണ് പ്രത്യേകമായിട്ടുള്ള ഒരു ആരാധനാക്രമം. ആ 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് നമുക്കറിയാം ജെറിക്കോയുടെ മതിലുകള് വിശ്വാസത്താലും പ്രാർത്ഥനയാലും തകർന്ന് വീണതിന്റെ ദൈവജനത്തിന് കിട്ടിയ ആ അനുഗ്രഹത്തിന് നന്ദി പറയുവാനായിട്ടാണ് അവർ ഇപ്രകാരം ചെയ്യുന്നത്.
നമുക്കറിയാം സങ്കീർത്തനം 113 മുതൽ 118 വരെയുള്ള തിരുവചനങ്ങളെല്ലാം വിശുദ്ധ കുർബാനയുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഹല്ലേൽ ഗാനങ്ങളാണ്. ഈ ഗാനങ്ങള് ഇവര് പ്രാർത്ഥിക്കുന്ന ഈ പ്രധാന പുരോഹിതൻ ഈ ജലധാര അർപ്പിക്കുമ്പോൾ ലേവ്യ പുരോഹിത ഗായക സംഘം പാടി പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കറിയാം ഈ 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ സ്തുതിപ്പിന്റെയും കൃതജ്ഞതയുടെയും ഒക്കെയാണ്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കാൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. 118 1-ാം തിരുവചനവും 29-ാം തിരുവചനവും ഒക്കെ സെയിം തന്നെയാണ്. നമുക്കറിയാം, നമ്മള് ഒരു ദേവാലയത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ദിവികാരുണ്യ ഈശോനെ എഴുന്നള്ളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് തണുവണങ്ങി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ നടക്കുവാണെങ്കിൽ നമ്മൾ കൈകൊട്ടി പ്രാർത്ഥിക്കും, കൈവീശി ഇങ്ങനെ എല്ലാം പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അവർ ഈ അൾത്താരയിൽ അവരുടെ ബലിപീഠത്തിലുള്ള ദൈവ സാന്നിധ്യത്തിന് കൈവീശി പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് കിട്ടിയ കൃതജ്ഞതാ പ്രദർശനമായിരുന്നു അത്. ഇനി നമ്മൾ ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഈ തിരുവചന ഭാഗത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം. അപ്പം നമ്മൾ മനസ്സിലാക്കി ഈ തിരുനാൾ അവർ ആഘോഷിച്ചുകൊണ്ടിരുന്ന പഴയ നിയമ ജനത അവർക്ക് കിട്ടിയ ജലസമൃദ്ധിക്ക്, അതായത് ശരീരത്തിന്റെ ദാഹം മാറ്റുവാനായിട്ട് നൽകിയ ജലസമൃദ്ധിക്ക് നന്ദി പറയുവാനാണ്. എന്നാൽ യേശു വരുന്നിട്ട് പറയുന്നത് നമുക്ക് ഈ പശ്ചാത്തലം, യഹൂദനായ യേശു എല്ലാ നിയമങ്ങളും എല്ലാ ടീച്ചിങ്സും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ അതേ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് യേശു പറയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്റെ അടുക്കൽ വരുവിൻ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന്. കർത്താവ് പറയുന്ന ജലം ഒഴുകി തീർന്നു പോകുന്നതല്ല. ജെറുസലേം ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ ഒഴിക്കപ്പെട്ട വെള്ളം അത് ഒഴുകിപ്പോവും. വീണ്ടും ഒഴിക്കണമെങ്കിൽ അത് പുരോഹിതര് ഒഴിച്ചാലേ അത് ഉണ്ടാവുള്ളൂ. എന്നാൽ യേശുവിന്റെ ഹൃദയത്തിൽ നിന്നും അവൻ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്ന നിത്യജീവനാണ്. ഇത് നമ്മുടെ നിത്യജീവന്റെ ഉറവ, അതാണ് കർത്താവ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതൊരു 2-3 സുവിശേഷ ഭാഗങ്ങളിലൂടെ ഈ സുവിശേഷ ഭാഗം വീണ്ടും ഒന്ന് കടന്നു പോകാം. യേശു സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നതും ഇതാണ്. ആത്മാവിന്റെ ദാഹമാണ് മാറ്റുവാനായിട്ട് യേശു വരുന്നത്. നമുക്കറിയാം, യേശുവും യഹൂദരും സമരിയാക്കാരും തമ്മിൽ യാതൊരു സമ്പർക്കവും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, വാഗ്ദാന ദേശത്തേക്ക് ഉള്ള പ്രയാണത്തില് നമ്മുടെ പൂർവികര് അവരുടെ 12 ഗോത്രങ്ങൾ ചിതറിക്കപ്പെടുകയും 10 ഗോത്രങ്ങളിലുള്ളവര് അവിടെയുള്ള വിജാതീയരുമായി ചേർന്ന് ജീവിച്ച ഒരു സങ്കര ഇനം, ഒരു വിശ്വാസ സമൂഹം രൂപപ്പെടുന്നതാണ് ഈ സമരിയക്കാരെന്ന് നമുക്കറിയാം. അപ്പൊ അവരും നമ്മളും യഹൂദരും തമ്മിൽ യാതൊരു സമ്പർക്കവും ഉണ്ടായിരുന്നില്ല. ഒരു ശത്രുതയുടെ മദ്ദിലുണ്ടായിരുന്നു. അവരുടെ ആരാധനക്രമം ശരിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഒത്തുപോകാനായിട്ട് യഹൂദ ജനതയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ നമുക്കറിയാം, ശത്രുതയുടെ മതിലുകൾ തകർക്കുവാനായിട്ട് നമ്മുടെ രക്ഷകനായ യേശു ജനിച്ചത്. അവിടുന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, സമരിയായിലെ സിക്കാർ പട്ടണത്തിലൂടെ അവിടത്തേക്ക് കടന്നു പോകേണ്ടി വന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ കടന്നു പോകൽ എന്ന് പറയുന്നത് പാസ് ഓവറാണ്, പാസ് ത്രൂ. കർത്താവിന്റെ പെസഹാ രഹസ്യങ്ങളിലൂടെ കടന്നുപോയി കർത്താവ് ആ ശത്രുതയുടെ മതിലുകൾ തകർത്ത് ഒരു ഹോളി കമ്മ്യൂണിയൻ ഉണ്ടാക്കുവാനായിട്ട് ആണ് വന്നത്. നമ്മൾ സമരിയാക്കാരിയുടെ ഉപമയിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല. അത് നമുക്ക് അറിയാവുന്ന ഒരു വചനഭാഗമാണ്. നമുക്കറിയാം, നട്ടുച്ച നേരത്ത് യാക്കോബിന്റെ കിണറിൻ കരയില് സമരിയാക്കാരി സ്ത്രീയുടെ അടുത്തേക്ക് യേശു ദാഹജനം ചോദിച്ചു വരികയാണ്. നമുക്കറിയാം, നട്ടുച്ച അവിടെ നല്ല ദാഹമുള്ള ഒരു സമയമാണ്. 6-ാം മണിക്കൂർ എന്ന് ആണ് തിരുവചനത്തിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ സമയമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ അതൊരു 12 മണിയായിട്ട് വരും. ഇതില് നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ പറയേണ്ട 5 ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീ, എന്നാൽ അവളുടെ 6ാമത്തെ ഒരു പാർട്ട്ണറും കൂടെ ഉണ്ട്. നമ്മൾ അക്ഷരാർത്ഥത്തിൽ നോക്കിയാൽ അവൾക്ക് 6 പേരുണ്ട്. എന്നാലും അവർക്ക് 5 പേരുണ്ടായിട്ടും അവളുടെ ശരീരത്തിന്റെ, അവളുടെ വേൾഡ്ലി പ്ലഷറിന് വേണ്ടി അവൾ ഒരാളുടെയും കൂടി ജീവിക്കുന്നു. അവൾക്ക് എന്നിട്ടും ദാഹം തീരാത്ത ഒരു സ്ത്രീ, പാപിനി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കിക്കാണാം. എന്നാൽ നമ്മൾ ഇതിന്റെ ആത്മീയമായ സത്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് 2 രാജാക്കന്മാര് 17-ാം അധ്യായം 29-ാം തിരുവചനത്തില് 2 രാജാക്കന്മാര് 17-ാം അധ്യായത്തിൽ വളരെ പ്രത്യേകമായിട്ട് 29-ാം തിരുവചനമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കും. നമുക്കറിയാം, പ്രവാസകാലത്ത് ഈ സമരിയയിലുള്ള വിശ്വാസികളായ ഇസ്രായേൽക്കാരെ അവരെ മാറ്റി പാർപ്പിച്ചു.
അപ്പൊ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞ് മേദിയായിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതായിട്ട് നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ മാറ്റി പാർപ്പിച്ച ജനതയ്ക്ക് പകരമായിട്ട് അസീറിയ രാജാവ് 5 പ്രവിശ്യകളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നു. പക്ഷെ അവർ വന്നപ്പോ ഒരു കാര്യം ചെയ്തു. അവർ വന്നപ്പോ അവരുടെ വിജാതീയമായ വിഗ്രഹങ്ങളും ആരാധനാ രീതികളും കൊണ്ടുവന്ന് അവർ പ്രതിഷ്ഠിച്ചു. ഈ 5 ദൈവങ്ങളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് 17 അധ്യായം 29 തിരുവചനങ്ങളില്. അപ്പൊ കർത്താവ് പറയുന്നത് ഈ 5 ദൈവങ്ങളാണ്, ഈ 5 ഭർത്താക്കന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് 5 ബാൽ ദൈവങ്ങളും 6ാമത്തത് സത്യദൈവം. ഈ സത്യദൈവത്തെ അവൾ പരിഗ്രഹിച്ചിട്ടില്ല. കാരണം അവൾ വിശ്വാസത്തിൽ ഒരു ഉടമ്പടി ബന്ധത്തിലല്ല സമരിയക്കാരി സ്ത്രീയെ. ഉടമ്പടി ബന്ധത്തിലേക്ക് വരുന്നത് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് അവനിലോ 1ാം സ്ഥാനം കൊടുക്കുമ്പോഴാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ ആരാധനയിലുള്ള ഈ കുഴപ്പമാണ് കർത്താവ് കണ്ടുപിടിക്കുന്നത്. ആരാധനയിലുള്ള ഒരു കുഴപ്പം, അല്ലെങ്കിൽ ധാർമ്മികമായ അവളുടെ അധപതനത്തിലായിരിക്കുന്ന അവസ്ഥയിലേക്ക് യേശു വരികയാണ്. യേശു വന്നിട്ട് ഈ ബാൽ ദൈവങ്ങളുടെ സ്ഥാനത്ത് നിത്യദൈവമായ പരിശുദ്ധ കർത്താവിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ക്ഷണമാണ്. നമുക്കറിയാം പഴയ നിയമകാലത്ത് നമ്മള് നമ്മുടെ പഴയ നിയമ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. റേച്ചല്, റെബേക്ക, മോശ, സിപ്പോറ, യാക്കോബ് ഇവരെല്ലാം കല്യാണം കഴിക്കുന്നത് കിണറ്റിൻകരയിലാണ്. അപ്പം അവിശ്വസ്തയായ ഇസ്രായേലിനെ തിരിച്ചു നേടാനായിട്ട് കർത്താവ് വരുന്നതാണ് ഈ നമുക്ക് കാണാൻ പറ്റും. അതായത് പഴയ നിയമത്തിന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അതിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ആരെങ്കിലും 1ാം സ്ഥാനം ഈശോയ്ക്ക് യാഹോവയ്ക്ക് കൊടുക്കാത്തതെല്ലാം അഡൾട്ടറി ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അവിശ്വസ്തയായ ഇസ്രായേൽ എന്ന് എപ്പോഴും പറയുന്നുണ്ട് പ്രവചന പുസ്തകങ്ങളിലും ഒക്കെ. അപ്പൊ ദൈവത്തിന് ഭയങ്കര ഒരു സങ്കടമാണ്. തിരിച്ചു വരാൻ എന്റെ ജനം ജലമില്ലാത്ത പൊട്ടക്കിണറുകളെ അന്വേഷിച്ചു പോയി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആരാധനയിലുള്ള കുഴപ്പം മാറ്റി അവരെ സത്യദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്, ഈ ഊഷ്മളമായ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. നമുക്കറിയാം, നമ്മള് വീട്ടിലാവട്ടെ, ജോലി സ്ഥലത്താകട്ടെ, എവിടെയെങ്കിലും ആകട്ടെ, ഒരു ബന്ധം ആരോടെങ്കിലും വേണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ്, ഒരു ദൈവ സാന്നിധ്യം ഇല്ലാതെ നമുക്ക് പറ്റില്ല. നമുക്ക് ഒരു ഹോളി കമ്മ്യൂണിയൻ ആണ് എപ്പോഴും വേണ്ടത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ തൃത്വമായിട്ട് ഒന്നായിട്ടിരിക്കുന്നു അതുപോലെയുള്ള ഒരു ബന്ധം വരണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. അപ്പൊ ഈ ലേഡിയുടെ, ഈ സമാരിറ്റൻ ലേഡിയുടെ മനസ്സിലും ആത്മാവിലും ഒരു മാനസാന്തരം കൊടുത്ത് അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു വന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും, ജീവജലത്തിന്റെ ഒരു ഉപമയിലൂടെ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവളുടെ ആത്മീയ അന്ധത. നാം ആ സുവിശേഷ ഭാഗത്തിൽ വായിക്കുന്നുണ്ട്, അവൾ ആ കുടം വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയി എന്ന്. കാരണം യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തി അവർ വന്ന വഴിക്കല്ല തിരിച്ചു പോകുന്നത്. അവർ ഒത്തിരി പരിശുദ്ധാത്മാവിനാലെ നവീകരിക്കപ്പെട്ട പുതിയ സൃഷ്ടിയാണ്. പരിച്ഛേദിതനായാണോ അഭിപരിച്ഛേദനാണോ എന്നുള്ളതല്ല, പക്ഷെ എന്നാൽ പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് പ്രധാനം എന്ന് നമ്മൾ തിരുവചനത്തില് കാണുന്നുണ്ട്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തില് നമുക്ക് പല രീതിയിലുള്ള ദാഹങ്ങൾ ഉണ്ടാകും. പക്ഷെ എന്നാലും ഒന്നിനും പല രീതിയിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാലും നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തില്, ആത്മാവില് ആർക്കും ശമിപ്പിക്കാൻ പറ്റാത്ത ഒരു ദാഹം വെച്ചിട്ടുണ്ട്. അത് ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദാഹമാണ്. വീണ്ടും നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. ഈ തിരുവചന ഭാഗങ്ങള് ജീവജലവുമായി ബന്ധപ്പെട്ട നമുക്ക് വായിക്കാം. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 19:34 ഇങ്ങനെയാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, ലുങ്കിനോസ് എന്ന പടയാളി യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടെ നിന്ന് തിരുരക്തവും തിരുജലവും ഒഴുകിയിറങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ തിരുരക്തം അവിടുത്തെ കുരിശിലെ സ്വയം ദാനത്തിന്റെയും പാപപരിഹാര മരണത്തിന്റെയും പിന്നെ അവിടുന്ന് നായി സ്ഥാപിച്ച വിശുദ്ധ തിരുശരീര രക്തങ്ങൾ, പരിശുദ്ധ കുർബാന തന്നെയാണ്. നമ്മൾ രക്തം സ്വീകരിക്കുന്നുണ്ട്, ശരീരം തിരുശരീരം സ്വീകരിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയില്. എന്നാൽ ആ തിരുജലം, അവിടെ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുജലം, അത്
അവിടുത്തെ നമ്മളെ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനസ്നാനം പരിശുദ്ധാത്മാവിൽ പവിത്രീകരിച്ച് പുതിയ വ്യക്തിയാകുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആത്മീയ അനുഗ്രഹമാണ് നമ്മൾ അവിടെ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-5 വരെ നമ്മൾ കാണുന്നു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനിക്കുവാനായിട്ട് നമ്മൾക്ക് ഒരു മാതാപിതാക്കള് ഇപ്പം ഞാനൊരു മാതാവാണ്, എനിക്ക് എൻ്റെ കുഞ്ഞിന് മാനുഷിക ജീവന് ജന്മം കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ആത്മീയ ജീവൻ നൽകപ്പെടുന്നത് അതെപ്പോഴും ആ ശിശു മാമോദീസ തൊട്ടിയിൽ നിന്ന് ദൈവിക ജീവനിലേക്ക് പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് മാമോദീസ സ്വീകരിക്കുമ്പോഴാണ്. ദൈവകൃപയാൽ ഈ കൃപ 10 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ലഭിച്ചു. എനിക്ക് കുടുംബമായിട്ട് വിശുദ്ധ മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കുവാനായിട്ട് ദൈവം കൃപ നൽകി. നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ മാമോദീസ വിശ്വാസത്തിലെ നവജാതനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുമെന്ന് നമ്മള് വിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1265 പാരഗ്രാഫിൽ കാണുന്നുണ്ട്. അപ്പം ഞാൻ പഠിച്ച നഴ്സിംഗ് സ്കൂളിൽ നിന്നാണ് എനിക്ക് ഈശോയിലേക്കുള്ള വിശ്വാസം കിട്ടിയത്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 100-200 പേരുള്ള ഒരു ഹോസ്റ്റലിൽ ഞങ്ങൾ 2-3 പേരെ വിജാതീയരായിട്ടുള്ളൂ. സമരിയാക്കാരി സ്ത്രീയെ കാണാനായിട്ട് വന്ന പോലെ ഈശോ എന്നെ തേടിയും വന്നു. നാം ദാഹിക്കണമെന്ന് ഈശോ വളരെയധികം ദാഹിക്കുന്നു. CCC 2562 ഇത് പറയുന്നുണ്ട്. എനിക്ക് അഭിമാനത്തോടെ പറയാം, ഞാൻ ഈശോയിൽ പുതിയ സൃഷ്ടിയാവാൻ എനിക്ക് ദൈവം നൽകിയ വലിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല. ഞാൻ പഠിച്ച നഴ്സിംഗ് സ്കൂളില് അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ് ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഈശോയെ അറിയാനും ഈശോയിൽ ഒന്നാവാനായിട്ടും ആഗ്രഹിച്ചത്. പക്ഷെ ഞാൻ ഇന്ന് മനസ്സിലാക്കുകയാണ്, തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ കൂദാശകളും കുർബാനയും കൂദാശ അനുഗ്രഹങ്ങളും ഒക്കെ സ്വീകരിച്ച ഒരു വലിയ പവർ ഹൗസിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ഈ ജീവജലം അവരിൽ നിന്ന് ഒഴുകി ഇറങ്ങിയതാണ്. നമുക്കറിയാം തീവണ്ടി പടരും, അത് നമുക്ക് കെടുത്താൻ അത് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കഴിവാണ്. അതുപോലെ ജീവജലമാണെങ്കിൽ ഒഴുകാതിരിക്കുകയില്ല. അപ്പൊ ഇത് ഒഴുകി ഇറങ്ങിയതാണ്, നമ്മുടെ ആരുടെയും കഴിവല്ല. നമ്മൾ ഈ ജീവജലമുണ്ട്, അത് നമ്മൾ മാമോദീസ സമയത്ത് സ്വീകരിക്കുന്നതാണ്. അത് നമ്മൾ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്. നമുക്ക് അറിയാം, ജലമില്ലെങ്കിൽ നമുക്ക് ജീവനില്ല. എന്നാൽ യോഹന്നാൻ ശ്ലീഹ ഈ സുവിശേഷ ഭാഗങ്ങളോടെ തർപ്പിച്ചു പറയുകയാണ്, യേശു ഇല്ലെങ്കിൽ നിത്യജീവനും ഇല്ല. യേശു ഇല്ലാതെ നിത്യജീവനില്ല. നമുക്കറിയാം, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് യേശുവിന്റെ ഒരേ ഒരു നാമം മാത്രമേ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് വേറൊരു സുവിശേഷ ഭാഗത്തിലേക്ക് പോകാം. മരുഭൂമിയിലെ പാറ പിളർന്നു വരെ ദൈവജനത്തിന് ജലം നൽകിയ ഈശോയുടെ യഹോവയുടെ കരുണയാണത്. പുറപ്പാടിന്റെ പുസ്തകം 17:6 ഇതാ നിനക്ക് മുമ്പിൽ ഹോറബിലെ പാറമേൽ ഞാൻ നിൽക്കും, ആ പാറയിൽ അടിക്കണം, അപ്പോൾ അതിൽ നിന്നും ജനത്തിന് കുടിക്കാൻ വെള്ളം വരും. പ്രവാസകാലത്ത് മരുഭൂമിയിലായിരുന്ന ജനം അവർക്ക് വെള്ളം കിട്ടാതെ വിഷമിച്ചപ്പോൾ അവര് മോശയോടൊക്കെ പിറുപിറുത്തു. പിറുപിറുത്തപ്പോൾ മോശ ദൈവത്തിനും മധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ജലം നൽകി. നമുക്കറിയാം നമ്മുടെ കർത്താവ് എത്ര കരുണാമയനാണ്. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ പൗലോസ്ലിഹ പറഞ്ഞത്, 1 കൊരിന്തോസ് 10:4 പറഞ്ഞത്, എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗ്രഹിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. നമുക്കറിയാം കർത്താവിന്റെ കൃപ ഒഴുകി വരുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയിലേക്കാണ്. ഈ ജെറുസലേം ദേവാലയത്തില് നമുക്കറിയാം, ജെറുസലേം ദേവാലയമാണ് യഹൂദരുടെ ഏറ്റവും വലിയ സെന്റർ. യഹൂദരുടെ സെന്റർ ജെറുസലേം ദേവാലയത്തിലെ അൾത്താരയുമാണ്, ദേവാലയത്തിലെ ബലിപീഠവുമാണ്. എന്നാൽ AD 70 ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ആരാധിക്കാൻ ഒന്നുമില്ല. നമ്മുടെ ഈശോ വന്നിട്ട് പറയുകയാണ്, ഞാൻ മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ വസിക്കുന്നില്ല എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ 17:24 നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈശോ വസിക്കുന്നത് യഹൂദരുടെ സെന്റർ
ബലിപീഠം ജെറുസലേം ദേവാലയത്തിലെ ബലിപീഠമായിരുന്നെങ്കിൽ നമ്മുടെ സെന്റർ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാണ്. അത് വിശുദ്ധ കുർബാനയാണ്. നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടി ഈ കുർബാനയോട് ചേർന്ന് നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. വെളിപാടിന്റെ പുസ്തകം 7:17 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ഏതാണ് ഈ സിംഹാസനത്തിന്റെ മധ്യം? നമ്മുടെ ബലിപീഠമാണ് സിംഹാസനം. കർത്താവിന്റെ ബലിപീഠം അവിടുത്തെ സിംഹാസനമാണ്. അത് അവിടുത്തെ കബറിടവുമാണ്. അവിടെ നിന്നാണ് ജീവജലം ഒഴുകി വരുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 47-ാം അധ്യായം 1-ാം തിരുവചനത്തില്, ദേവാലയ പൂമുഖത്തിന്റെ വലത്ത് ഭാഗത്ത് ബലിപീഠത്തിന്റെ തെക്ക് വശത്ത് അടിയിൽ നിന്നും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ആ പഴയ നിയമം നമ്മൾ ആദ്യം വായിച്ച കൂടാരത്തിരുന്നാളുടെ പശ്ചാത്തലം ഇതും കൂടെ ഒത്തുപോകുന്നുണ്ട്. ഈ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ വെച്ചാണ് യേശു ഈ പുതിയ നിയമത്തിൽ നമ്മളെ ഈ ജീവജലത്തിന്റെ പ്രബോധനം നൽകാനായിട്ട് ശ്രമിക്കുന്നത്. ജെറുസലേം ദേവാലയത്തിൽ അർച്ചിച്ച ജലം നഷ്ടപ്പെട്ടു പോയി, പക്ഷെ ഒഴുകിപ്പോയി. എന്നാൽ യേശുവിൽ നിന്ന് ഒഴുകുന്ന ജലം അതൊരിക്കലും ഒഴുകിപ്പോവുകയില്ല. നമുക്കറിയാം, നമുക്കിപ്പോൾ കിട്ടുന്ന ഈ അഭിഷേകമൊക്കെ ഈ ഒരു ദിവസം കൊണ്ട് തീരുന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തീരുന്നതോ അല്ല. പത്രോസ് സ്ലീഹയ്ക്ക്, അതായത് അപ്പോസ്തലർക്കൊക്കെ ഈ ക്രിസ്തുവിനോട് അത്രയധികം താതാത്മ്യം പ്രാപിക്കാൻ പറ്റിയായിരുന്നു. ഈ ജീവജലം ഉള്ളിലുണ്ടായിരുന്നിട്ടാണ് സ്ലീഹൻ അപ്പോസ്തലൻ നടന്നു പോയപ്പോൾ നിഴലടിച്ചവർ പോലും മനസാന്തരപ്പെട്ടതായിട്ട് നമുക്കറിയാം, നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി പഴയ നിയമത്തിലും ഇത് നമുക്ക് കാണാം. എലീഷ പ്രവാചകന്റെ ജഡത്തെ സ്പർശിച്ചപ്പോൾ പോലും ആളുകൾക്ക് ജീവൻ പ്രാപിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഈശോയോടെ നമ്മൾ കൂടുതലായി രൂപാന്തരപ്പെടുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. രൂപാന്തരപ്പെട്ടാലും നമ്മൾ ജീവിക്കുന്ന ഒരു ക്രിസ്തുവായിട്ട് മാറും. സെന്റ് പാട്രിക് അടിമയായിട്ട് ഒരു ദിവസം വിറ്റതാണ് അയർലൻഡിലേക്ക്. എന്നാൽ പിന്നീട് അദ്ദേഹം ആ ദേശത്തെ മധ്യസ്ഥനായി മാറി. സോ അദ്ദേഹത്തിന്റെ മനസ്സിലെ ജീവിതത്തിലൊക്കെയുള്ള ഈ ജീവിതത്തിലുള്ള അനുഭവിച്ച സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ടാണ് ഇത്ര വലിയ ഒരു മധ്യസ്ഥ ലെവലിലേക്ക് ഉയരാൻ പറ്റിയത്. നമുക്ക് തന്നെ വിചിന്തനം ചെയ്യാം, നമ്മളിലുള്ള ഈ വെള്ളം ജീവജലത്തിന്റെ ഉറവയാണോ അതോ ചാവുകടലാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പം ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പയായ കാലത്ത് അദ്ദേഹം കാലുകുത്തിയ സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഒക്കെ ഒത്തിരി മാനസാന്തരം ഉണ്ടായി, കമ്മ്യൂണിസത്തിന്റെ തകർച്ചയുണ്ടായി. ഇതെല്ലാം നമുക്ക് ഓരോരുത്തരുടെ ഉള്ളിൽ വളരെ വലിയ ശക്തിയുണ്ട്. എന്തായിരുന്നാലും നിന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ഞാൻ ദൈവം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും ചലിക്കുന്ന സക്രാരിയാണ്. ആളുകൾക്ക് ഒത്തിരി പേർക്ക് മാനസാന്തരം ഒക്കെ ഉണ്ടാക്കുവാൻ നമുക്ക് ഈ കൃപയുണ്ട്. നമ്മൾ പെന്തക്കോസ്ത വേണ്ടി പ്രിപ്പയർ ആകുമ്പോൾ നമ്മളിൽ എവിടെയെങ്കിലും ജീവജലത്തിന്റെ അരുവി വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തുറക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് അറിയാം, ഈ തിരുനാളിന്റെ അവസാന ദിവസത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു എന്ന് പറയുന്നതിന് ഒരു കാരണം, ഒരാൾ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സാമീപ്യമാണ്. ഈ സെമറ്റിക് ചിന്താഗതിയിലൊക്കെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ പ്രസൻസ് ആണ് പറയുന്നത്. അപ്പൊ വചനം കൂടാരം അടിച്ച് താമസിച്ചു. ഇതാണ് ഈ പ്രസൻസ്. പഴയ നിയമകാലത്തിൽ ജെറുസലേമിന്റെ അടുത്ത് വിശ്വാസികൾ കൂടാരം അടിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ ഈശോ നമ്മുടെ ഇടയിൽ വചനം കൂടാരം അടിച്ച് താമസിക്കുന്നു. നിത്യജീവന നിയോഗം ലഭിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും എല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് ഇപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ തിരുവചന ഭാഗത്തിന്റെ അവസാനം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാര്യമുണ്ട്. കാരണം ഇതിൽ പറയുന്നുണ്ട്, അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന്. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ബോധ്യം ഇതാണ്. പരിശുദ്ധാത്മാവ് വെളിപാടിന്റെ പൂർണ്ണതയായ യേശുവിലൂടെയാണ് പരിശുദ്ധാത്മാവ് സഭയിലെ എല്ലാ മക്കൾക്കും കൂടുതലായിട്ട് അനുഭവിക്കാൻ പറ്റിയത്. പരിശുദ്ധാത്മാവ് പുതിയ ഒരാളല്ല, ഇത് അനാദിയായിട്ട് ഉള്ള വ്യക്തിയാണ്, തൃത്വത്തിലെ വ്യക്തിയാണെന്ന് നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകം തുറക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ 1-ാം വചനത്തിൽ തന്നെ നമ്മൾ കാണുന്നു, ജലത്തിന്റെ മീതെ ചൈതന്യമായിട്ട് ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ്. പിന്നീട് നമ്മൾ നടപടി പുസ്തകത്തിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുത്തെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും, പാർത്തിയക്കാർക്കും, മേദിയക്കാർക്കും, എലാമിയക്കാർക്കും, മെസൊപ്പൊട്ടേമിയക്കാർക്കും ഒക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരു തീ അഭിഷേകം ലഭിച്ചു. ഈ തീ അഭിഷേകം ലഭിച്ചപ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട്
ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ ഫുൾനെസ് അനുഭവിക്കാൻ പറ്റിയത്. ഈ ഫുൾനെസ് അനുഭവിക്കാനായിട്ട് വെളിപാടിന്റെ പൂർണ്ണതയായ യേശുവിലൂടെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, നിത്യജീവന്റെ അഭിഷേകം കൂടുതലായി നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മള് ഹെബ്രായരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം തിരുവചനത്തിലും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 65-ഉം 66-ലും ഒക്കെ നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ നിത്യജീവൻ കരസ്ഥമാക്കുവാനായിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരണം. ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ, ചുറ്റുമുള്ളവരെ കുറിച്ച് നമുക്കൊരു വേദന ഇല്ലെങ്കിൽ നമുക്ക് ഈശോ കുരിശിൽ കിടന്ന് വേദനിച്ച ആ വേദന, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ വേദന, കർത്താവിന് ആ നിത്യജീവൻ നമുക്ക് പകരാനുള്ള ഒരു വലിയ ഒരു ആഗ്രഹമാണ്. ഇത് നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ തന്നെ ഒരു വീട്ടിൽ നഷ്ടപ്പെട്ട നാണയമായി മാറാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയിലൂടെ ഒത്തിരി കാര്യങ്ങളോട് കുറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു, സമയം കുറവായിരുന്നു, പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇത്രയും നേരം ഈശോയെ കുറിച്ച് സംസാരിക്കാനും ചിന്തിക്കാനും ഒക്കെ ആയിട്ട് അനുവദിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, നിത്യജീവന്റെ അരുവിയായിട്ട് ഞങ്ങൾ ഓരോരുത്തരും പാടുവാനായി കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അരുവി ഞങ്ങളിലൂടെ ഒഴുകി ദേശം മുഴുവൻ ദൈവമേ ഞങ്ങൾക്ക് നേടുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.